ഇനി എല്ലാ സ്കൂളുകളിലും നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കാൻ വേണ്ടി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തീരുമാനിച്ച പദ്ധതി നടപ്പിലാവുകയാണ്. അതാണ് CPIയുടെ ഏറ്റവും വലിയ വിഷമം. എന്നാൽ അതിൽ നിന്നും ഇറങ്ങിപ്പോയിക്കൂടെ എന്നുള്ളതാണ് CPIയുടെ പ്രവർത്തകരുടെ ചോദ്യം നേതൃത്വത്തോട്. ഇടത് സർക്കാരിൻ്റെ ഭാഗമായ പ്രധാന കക്ഷി എന്നുള്ള നിലയിൽ എതിർപ്പ് അറിയിച്ചിട്ടും താഴെ കേണ് അപേക്ഷിച്ചിട്ടും ഒരു പുല്ലുവില പോലും നൽകാതെ മോദിയുമായി ചങ്ങാത്തം കൂടിയ പിണറായി സർക്കാരിനെതിരെ അടുത്തെങ്ങും കണ്ടിട്ടില്ലാത്ത പ്രതിഷേധവുമായിട്ടാണ് CPI രംഗത്ത് വന്നിരിക്കുന്നത്. അവർ ഇന്ന് അടിയന്തര യോഗം ചേരുകയാണ്. ഒരുപക്ഷെ 4 മന്ത്രിമാരെ പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്കും എത്താൻ പോവുകയാണ്. അസ്തിത്വം പണയം വെച്ച് മുന്നണിയിൽ തുടരാൻ പറ്റില്ല എന്നറിയിച്ചുകൊണ്ട് അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചിരിക്കുന്ന CPI ഒരുപക്ഷെ ഒപ്പുവെച്ച് കഴിഞ്ഞ സ്ഥിതിക്ക്, ഇത്രയും വലിയ നാണക്കേടുണ്ടായൊരു സ്ഥിതിക്ക്, ഏറ്റവും വലിയ നാണക്കേടിലെ സാഹചര്യത്തിൽ തങ്ങളുടെ 4 മന്ത്രിമാരെയും പിൻവലിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. CPI ആകെ തളർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ എല്ലാ തട്ടിപ്പുകൾക്കും അഴിമതികൾക്കും കൂട്ടുനിൽക്കുകയും അപ്രമാദിത്യം അംഗീകരിക്കുകയും ചെയ്യുന്നതിനെതിരെ CPI നേതൃത്വത്തിനെതിരെ തന്നെ അതിരൂക്ഷ വിമർശനമാണ് അവരുടെ എല്ലാ സമ്മേളനങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. മുന്നണി ബന്ധം പോലും ആവശ്യമില്ല എന്നുവരെ പ്രവർത്തകർ പറയുന്നതിനിടയിലാണ് ഇത്രയും വലിയൊരു അവഗണനയും നാണക്കേടും CPIക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ആത്മാഭിമാനം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ CPI മുന്നണി വിടും, അതുമല്ലെങ്കിൽ മന്ത്രിമാരെയെങ്കിലും രാജിവെപ്പിക്കും എന്നുള്ളതാണ് CPIയുടെ ചരിത്രമറിയുന്നവർ പറയുന്നത്. മുന്നണി മര്യാദയുടെ ലംഘനമാണ് സർക്കാരിൻ്റെയും വിദ്യാഭ്യാസ സെക്രട്ടറിയുടെയും നടപടി എന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, അത് പ്രവർത്തനത്തിൽ കാണിക്കാനാണ് ഇന്നത്തെ യോഗമെന്നാണ് അറിയുന്നത്. തങ്ങളുടെ എതിർപ്പിനെ മുഖവിലക്കെടുക്കാതെ വിവാദ പദ്ധതിയിൽ ഒപ്പുവെച്ചത് കടുത്ത അവഗണനയെന്നാണ് CPI നേതൃത്വം തന്നെ വിലയിരുത്തിയിരിക്കുന്നത്. ഇന്ന് CPIയുടെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും ബിനോയ് വിശ്വം അതിനുശേഷം മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നത് വളരെ ശ്രദ്ധാപൂർവം ഉറ്റുനോക്കുകയാണ് കേരളം. നമുക്കറിയാം, പൂരം കലക്കി തൃശ്ശൂരിൽ BJPയെ വിജയിപ്പിച്ച പിണറായി വിജയൻ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJPയുമായി കൂട്ടുകൂടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപ്രകാരമാണ് CPIയുടെ വാക്കുകൾക്ക് പുല്ലുവില പോലും നൽകേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത്. തൃശ്ശൂരിൽ തോറ്റ VS സുനിൽകുമാർ തൻ്റെ കൂടെ പാർട്ടി നിൽക്കാത്തതിൽ വലിയ വിഷമം അന്ന് CPIയെ അറിയിച്ച് പാർട്ടി വിടാൻ തന്നെ തീരുമാനിച്ചതാണ്. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. എന്നാൽ ഇപ്പോൾ അദ്ദേഹം നിലപാട് കടുപ്പിച്ചിരിക്കുന്നു. പാർട്ടിയുമായി കൂടിയാലോചിച്ച ശേഷം നിലപാട് അറിയിക്കുമെന്നാണ് മുൻമന്ത്രി കൂടിയായ VS സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത്. ശക്തമായ നിലപാടിലേക്ക് കടക്കുമെന്നുള്ളൊരു സൂചനയാണ് അദ്ദേഹവും നൽകിയത്. ഇനിയും ബിനോയ് വിശ്വം പരാജയപ്പെട്ടാൽ പിന്നീട് ഒരു കുഞ്ഞും കൂടെ ഉണ്ടാകില്ല എന്ന താക്കീതും സുനിൽകുമാർ നൽകിയിട്ടാണ് പോയത്. അതുപോലെ PM ശ്രീയിൽ ഒപ്പുവെച്ച നടപടിയെ രൂക്ഷഭാഷയിൽ വിമർശിച്ചുകൊണ്ട് അവരുടെ വിദ്യാർത്ഥി സംഘടനയായ ASFും CPIയുടെ അധ്യാപക സംഘടനയായ AKSTയും രംഗത്തെത്തിക്കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ നടപടി തികഞ്ഞ വഞ്ചനയും വിദ്യാർത്ഥി വിരുദ്ധവും പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയുമാണെന്ന് വിലയിരുത്തിയ അവർ സർക്കാരിൻ്റെ വിദ്യാർത്ഥി വഞ്ചനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധങ്ങൾ കേരളത്തിൻ്റെ തെരുവുകളിൽ നടത്താനും തീരുമാനിച്ചു കഴിഞ്ഞു. സംഘപരിവാർ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമത്തിനെതിരെ അതിശക്തമായ സമരങ്ങൾക്ക് ഇടതുപക്ഷം നേതൃത്വം നൽകുമ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെ സംഘപരിവാറിൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. ഇത്രയും വലിയൊരു നാണക്കേട് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നിരിക്കെ ആത്മാഭിമാനം വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് ആ 4 മന്ത്രിമാരെ, അതായത് റവന്യൂ മന്ത്രി K രാജൻ, കൃഷിമന്ത്രി പ്രസാദ്, മൃഗസംരക്ഷണ മന്ത്രി ചിഞ്ചുറാണി, അതുപോലെ ഭക്ഷ്യസുരക്ഷാ മന്ത്രി GR അനിൽ എന്നിവർ ഇന്ന് രാജിവച്ചേക്കുമെന്നാണ് ചില സൂചനകൾ ലഭിക്കുന്നത്. ഏതായാലും CPI ആണ് അവരുടെ തീരുമാനം അറിഞ്ഞിട്ട് മാത്രമേ ബാക്കി പറയാൻ കഴിയുള്ളൂ. CPIയുടെ പ്രവർത്തകർ പോലും ആഗ്രഹിക്കുന്നത് രാജി തന്നെയാണ്.